ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ അങ്കണവാടിയും ബാലവാടിയെക്കുറിച്ചുമാണ് കേട്ടോ. അങ്കണവാടി അല്ലെങ്കിൽ അംഗൻവാടി, ബാലവാടി. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് പോകാം അല്ലേ. അപ്പോൾ അംഗനവാടിയെക്കുറിച്ച് നോക്കിയാൽ ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ഗ്രാമീണ ശിശു സംരക്ഷണ പദ്ധതിയാണ് അംഗനവാടി. ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ഗ്രാമീണ ശിശു വികസന പദ്ധതിയാണ്, ശിശു സംരക്ഷണ പദ്ധതിയാണ് അംഗനവാടി. കേന്ദ്ര സർക്കാർ ICDS, അതായത് സംയോജിത ശിശു വികസന സേവന പദ്ധതി, ICDSൻ്റെ സേവന ഭാഗമായി 1975 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 106ാം ജന്മദിനത്തിൽ കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവും പട്ടിണിയും ഇല്ലാതാക്കാനായി തുടങ്ങിയ പദ്ധതിയാണ് അങ്കണവാടി. ഇതൊരു പദ്ധതി കേട്ടോ. അത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 106ാം ജന്മദിനത്തിൽ കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവും പട്ടിണിയും ഇല്ലാതാക്കാനായി തുടങ്ങിയ ഒരു പദ്ധതിയാണ് അങ്കണവാടി. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നവജാത ശിശുക്കളുടെ ആരോഗ്യ നിരീക്ഷണം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, പോഷണങ്ങൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം, പോഷണത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ തുടങ്ങിയവ അംഗനവാടിയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നു. എന്തൊക്കെയാണ്? നവജാത ശിശുക്കളുടെ ആരോഗ്യ നിരീക്ഷണം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, പോഷണങ്ങൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം, പോഷണത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ തുടങ്ങിയവ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നു. അംഗൻവാടി കേന്ദ്രങ്ങൾ ഗ്രാമങ്ങളിലെ അടിസ്ഥാന ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. അംഗൻവാടി കേന്ദ്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഗ്രാമങ്ങളിലെ അടിസ്ഥാന ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളായിട്ട്, ഒരു ഹെൽത്ത് സെൻ്ററായിട്ട് ഉപയോഗിക്കാം. ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഗർഭിണികളായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അംഗൻവാടി കേന്ദ്രങ്ങൾ ഗ്രാമങ്ങളിലെ അടിസ്ഥാന ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അംഗൻവാടിയെക്കുറിച്ച് കുറച്ച് ഭാഗമാണ് കേട്ടോ ഇത്. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. പോഷകാഹാര വിതരണം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം, പോഷകാഹാരവും ആരോഗ്യ പരിപാലനവും, ആരോഗ്യ വിദ്യാഭ്യാസം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ആരോഗ്യ പരിശോധന, കൂടുതൽ പരിശോധനയ്ക്കും രോഗനിർണയത്തിനുമായി ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുക. ഇതൊക്കെയാണ് അംഗൻവാടിയുടെ കടമകൾ. ഈ അംഗൻവാടി പദ്ധതിയുടെ കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പോഷകാഹാര വിതരണമുണ്ട്, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനമുണ്ട്. അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ എഴുത്തും വായനയും അല്ലാതെ കളികളിലൂടെ ഒക്കെ ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. എഴുതി പഠിപ്പിക്കുന്നതല്ലാത്ത വിദ്യാഭ്യാസ രീതി, കളികളിലൂടെയൊക്കെ കുട്ടികളിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം എത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് അനൗപചാരിക വിദ്യാഭ്യാസം. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ പോഷകാഹാരവും ആരോഗ്യ പരിപാലനവും, പോഷകാഹാരങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം, ആരോഗ്യ വിദ്യാഭ്യാസം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ആരോഗ്യ പരിശോധന, പിന്നെ എന്തെങ്കിലും പരിശോധന നടത്തിയിട്ട് രോഗനിർണയത്തിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക. ഇതൊക്കെയാണ് അംഗൻവാടിയുടെ കടമകൾ. അംഗൻവാടിയുടെ ഭരണം നടത്തുന്നത് ICDS ഓഫീസാണ്. അംഗൻവാടിയുടെ ഭരണം നടത്തുന്നത് ആരാണ്? ICDS ഓഫീസാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിശ്ചയിക്കുന്ന നിരക്കിൽ പ്രതിമാസം ഓണറേറിയമാണ് വർക്കർക്കും ഹെൽപ്പർക്കും നൽകുന്നത്. അംഗൻവാടി ടീച്ചർക്കും ഹെൽപ്പർക്കും നൽകുന്നത് പ്രതിമാസ ഓണറേറിയം എന്ന രീതിയിലാണ് സാലറി നൽകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിശ്ചയിക്കുന്ന നിരക്കിലാണ് ഈ ഒരു സാലറി നൽകുന്നത്. സാലറി എന്ന് ഓണറേറിയം എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അംഗൻവാടി വർക്കർക്ക് ഹെൽപ്പർക്കും നൽകുന്നത്. അംഗൻവാടി ജീവനക്കാർക്ക് ഓണറേറിയം നൽകുന്നത് ICDSൻ്റെ കീഴിലുള്ള ശിശു വികസന പദ്ധതി ഓഫീസർമാരാണ്. അംഗൻവാടി ജീവനക്കാർക്ക് ഓണറേറിയം നൽകുന്നത് ആരാണ്? ICDSൻ്റെ കീഴിലുള്ള ശിശു വികസന പദ്ധതി ഓഫീസർമാരാണ് അംഗൻവാടി ജീവനക്കാർക്ക് ഓണറേറിയം നൽകുന്നത്. അടുത്തത് ബാലവാടികൾ. ഇന്ത്യയിൽ ഗവൺമെൻറ്റോ NGOകളോ, അതായത് NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, സർക്കാരിതര സംഘടന എന്ന് പറയും. അതെന്താണെന്ന് നോക്കിയാൽ കുട്ടികൾ, ദരിദ്രർ, പരിസ്ഥിതി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ഥാപിതമായ വ്യക്തികളുടെ ലാഭേച്ഛതയില്ലാത്ത സന്നദ്ധ സംഘടനയാണ് NGO.
സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കും ശാക്തീകരണത്തിനുമായി NGOകൾ പ്രവർത്തിക്കുന്നു. അപ്പം NGOയുടെയോ ഇന്ത്യൻ ഗവൺമെൻറ്റോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വസിക്കുന്ന മേഖലകളിലോ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുവാനായി നടത്തുന്ന സ്ഥാപനങ്ങളാണ് ബാലവാടികൾ. എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ NGOകളോ എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അപ്പം NGOകളോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വസിക്കുന്ന മേഖലകളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുവാനായി നടത്തുന്ന സ്ഥാപനങ്ങളാണ് ബാലവാടികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വസിക്കുന്ന മേഖലകളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിനായി നടത്തുന്ന സ്ഥാപനങ്ങളാണ് ബാലവാടികൾ. അതാരാണ് നടത്തുന്നത്? ഇന്ത്യയിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ NGOകളോ. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. സർക്കാരിതര സംഘടന. അതിനകത്ത് കുട്ടികൾ, ദരിദ്രർ, പരിസ്ഥിതി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ഥാപിതമായ വ്യക്തികളുടെ ലാഭേച്ഛയില്ലാത്ത സന്നദ്ധ സംഘടനയാണ് NGO. സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കും ശാക്തീകരണത്തിനുമായി NGOകൾ പ്രവർത്തിക്കുന്നു. ഈ NGOകളും അതായത് സർക്കാരിതര സംഘടനകൾ ഇന്ത്യ ഗവൺമെൻറ്റും കൂടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വസിക്കുന്ന മേഖലകളിൽ കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുവാനായി നടത്തുന്ന സ്ഥാപനങ്ങളാണ് ബാലവാടികൾ. പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ, കഴിയുന്നത്ര ഉപകരണങ്ങൾ വിദ്യാഭ്യാസത്തിനായി സൃഷ്ടിക്കുക ഇത്തരം സ്കൂളുകളുടെ പ്രവർത്തന രീതിയാണ്. എന്നോട് പറയാം, പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് കഴിയുന്നത്ര ഉപകരണങ്ങൾ വിദ്യാഭ്യാസത്തിനായി സൃഷ്ടിക്കുക എന്നത് ഇത്തരം സ്കൂളുകളുടെ ഒരു പ്രവർത്തന രീതിയാണ്. അതായത് ബാലവാടികളുടെ ഒരു പ്രവർത്തന രീതിയാണ്. അതേപോലെ താരാഭായ് മോദക്കാണ് ബാലവാടി വിദ്യാഭ്യാസ രീതി വികസിപ്പിച്ചത്. താരാഭായ് മോദക്കാണ് ബാലവാടി വിദ്യാഭ്യാസ രീതി വികസിപ്പിച്ചത്. മോദക് സെൻട്രൽ ബാലവാടി, അംഗൻ ബാലവാടി അല്ലെങ്കിൽ അംഗനവാടി എന്നിങ്ങനെ 2 തരം ബാലവാടികൾ വിഭാവനം ചെയ്തിരിക്കുന്നു. താരാഭായ് മോദക് 1892 ഏപ്രിൽ 19 ബോംബെയിൽ ജനിച്ചു. സാമൂഹിക പ്രവർത്തകയാണ്. ബാലവാടി വിദ്യാഭ്യാസ രീതി വികസിപ്പിച്ചു. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പ്രവർത്തനത്തിന് 1962 മോദക്കിന് പത്മഭൂഷൺ ലഭിച്ചു. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പ്രവർത്തനത്തിന് 1962 മോദക്കിന് പത്മഭൂഷൺ ലഭിച്ചു. അപ്പം താരാഭായ് മോദക് ബാലവാടി വിദ്യാഭ്യാസ രീതി വികസിപ്പിച്ചു. മോദക് സെൻട്രൽ ബാലവാടി, അംഗൻവാടി അല്ലെങ്കിൽ അംഗനവാടി എന്നിങ്ങനെ 2 തരം ബാലവാടികൾ വിഭാവനം ചെയ്തിരുന്നു. താരാഭായ് മോദക് എന്ന് പറഞ്ഞാൽ 1892 ഏപ്രിൽ 19 ബോംബെയിലാണ് ജനിച്ചത്. സാമൂഹിക പ്രവർത്തകയാണ്. ബാലവാടി വിദ്യാഭ്യാസ രീതി വികസിപ്പിച്ചു. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പ്രവർത്തനത്തിന് 1962 മോദക്കിന് പത്മഭൂഷൺ ലഭിച്ചു. അപ്പം നമ്മളിന്ന് നോക്കിയത് അംഗനവാടിയും ബാലവാടിയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പോയിൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് പറയണം. നമുക്ക് അന്യോന്യം ഡിസ്കസ് ചെയ്തത് നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്താം. അതല്ല ഇതിനകത്ത് ഇനിയും കൂട്ടിച്ചേർക്കാനുണ്ട് എങ്കിൽ അതും അറിയിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഓർമ്മയിൽ കുറേ കാര്യങ്ങൾ നിൽക്കും. എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.